മാക്ഡവൽസ് കമ്പനി മദ്യവും കിങ്ഫിഷർ ബിയറും ഉൽപ്പാദിപ്പിച്ചിരുന്ന ചേർത്തല വാരനാട്ടെ യുണൈറ്റഡ് സ്പിരിറ്റ്സ്. 500 സ്ഥിരം ജീവനക്കാർ, അതിൽ കൂടുതൽ താൽക്കാലികക്കാരും, കയറ്റിറക്ക് പോലുള്ള അനുബന്ധ ജോലികൾ വേറെ. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കാൾ ഉയർന്ന ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും. വാരനാട്ടെ ജനങ്ങളുടെ ഉപജീവന ലഹരിയായിരുന്നു അരനൂറ്റാണ്ടോളം യുണൈറ്റഡ് സ്പിരിറ്റ്സ്. ഈ താമസിക്കുന്ന മുഴുവൻ വീട്ടുകാർക്കൂടെ ജോലി ഉണ്ടായിരുന്നു. പക്ഷേ 10 രൂപയുടെ വരുമാനം കൊണ്ട് ആയിരങ്ങൾ ശമ്പളം മേടിച്ചവരാണ്. തൊഴിലാളി തന്നെ ഇല്ലായ്മ വരുത്തിയതാണ്. പാർട്ടിക്കാരെ മാത്രമല്ല, തൊഴിലാളി ഇല്ലായ്മ വരുത്തിയതാണ് ഈ കമ്പനി. എക്സൈസ് മന്ത്രിയും നാട്ടുകാരിയുമായ KR ഗൗരിയമ്മയുടെ മുൻകൈയിൽ 1959 വാരനാട്ടെ ചൊരിമണലിൽ കമ്പനിക്ക് തറക്കല്ലിട്ടത്. പിത്തൽ മല്ലിയായിരുന്നു ഉടമസ്ഥൻ. പിന്നീട് സ്ഥാപനം മകൻ വിജയ് മല്യയുടേതായി. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കമ്പനി വിറ്റു. മാറി മാറി വന്ന ഉടമകളുടെ എല്ലാം പ്രശ്നം ഉയർന്ന ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളുമായിരുന്നു. സ്വാഭാവികമായി തൊഴിലാളി സമരങ്ങളുണ്ടായി. ഇവരുടെ കാലാവധി എത്ര നല്ലത് സർവീസ് ഉണ്ടോ ആ കാലാവധി തീരുന്നവരെയുള്ള പൈസ കൊടുത്തുകൊണ്ട് അവരെ പിരിച്ചുവിട്ടു. അങ്ങനെ പിരിച്ചുവിട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്ക് തുടങ്ങാമെന്നുള്ള ഒരു കണ്ടീഷനിലാണ് തുടങ്ങിയത്. പക്ഷേ ഈ നേതാക്കന്മാരും അതിനകത്തൊരു താല്പര്യം കാണിക്കാറുണ്ട്. എല്ലാ നേതാക്കന്മാരും ഉയർന്ന ഉൽപാദന ചെലവ് ചൂണ്ടിക്കാട്ടി 2015 വാരനാടിന്റെ ഐശ്വര്യമായിരുന്ന കമ്പനി അടച്ചുപൂട്ടി. പാലക്കാട്ടെ ബ്രൂവറി വിവാദം കൊടുക്കുമ്പോൾ വാരനാട്ടുകാർ വീണ്ടും വിളിക്കുകയാണ് ഇവിടേക്ക് വരിക. അമ്മ, ഇവിടെ വീണ്ടും ഇനി ഡിസ്റ്റിലറി വന്നാൽ നിങ്ങളൊക്കെ എതിർക്കുമോ? ഒരു എതിർപ്പും ഉണ്ടാകുകയില്ല. കാരണം നാട് നന്നാകും, പിന്നെ ഇവിടെ കച്ചവടക്കാർ നന്നാകും. പിള്ളേർ ഈ അലവലാതിയായിട്ടൊക്കെ കൂലിപ്പണിക്ക് പോകുന്ന പിള്ളേരൊക്കെ ഇതിനകത്ത് പണിയെടുത്താൽ ഇപ്പം അതൊന്നും ഇല്ലല്ലോ. ഏതാണ്ട് കുറച്ച് പേർക്കുള്ള പണിയേ ഉള്ളൂ, ക്ലീൻ ചെയ്യാൻ മാത്രം. അപ്പോൾ എന്തുകൊണ്ടാണേലും നാട് നന്നാകും. ഈ ഇവിടെ കമ്പനി വന്നു കഴിഞ്ഞാൽ ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. കമ്പനി കൊണ്ട് ഗുണേ ഉണ്ടായിരുന്നുള്ളൂ. ബ്രൂവറിക്ക് ആവശ്യമായ ജലം എടുത്തിരുന്നത് വലിയ കുഴൽക്കിണറുകളിൽ നിന്നായിരുന്നു. കിഴക്ക് ഭാഗത്തുള്ള കായലും തെക്ക് വശത്തുകൂടി ഒഴുകുന്ന ചെറിയ തോടും നീരുറവകൾ വറ്റാതെ കാത്തു. 99 വർഷത്തേക്ക് സർക്കാർ പാട്ടത്തിന് കൊടുത്ത 18 ഏക്കർ ഭൂമിയാണ് സ്വകാര്യ കമ്പനിയുടെ കൈവശമുള്ളത്. സ്ഥലം MLA കൂടിയായ കൃഷിമന്ത്രി മുൻകൈയെടുത്ത് ഇവിടെ വീണ്ടും ഡിസ്റ്റിലറി ആരംഭിപ്പിക്കണം. കുറച്ചധികം മനുഷ്യർക്ക് ജോലി കിട്ടും. നാട്ടുകാരുടെ എതിർപ്പുമുണ്ടാകില്ല. ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്.